ഭൂട്ടാൻ കാർ വാങ്ങലുമായി ബന്ധപ്പെട്ട് സംഘിക്കുട്ടനായിട്ടുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചു. സ്വാഭാവികം, തന്റെ വാഹനം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തന്നെ മറുപടി നൽകാൻ കസ്റ്റംസിന് ഹൈക്കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള എല്ലാ രേഖകളും സമർപ്പിച്ച് റെഡ് ക്രോസ് ഇന്ത്യയിൽ എത്തിച്ച വാഹനമാണ് താൻ വാങ്ങിയത്. അതിൽ എന്ത് അപരാധമാണ് ഉള്ളത്? അതുകൊണ്ട് എന്റെ വാഹനം വിട്ടു നൽകണമെന്നാണ്. അപ്പോഴാണ് സംഘിക്കുട്ടനായിട്ടുള്ള നമ്മുടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ടിജുമോന്റെ കുറേയേറെ ഫേസ്ബുക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ചില്ലറക്കാരനല്ല, ഒരു മുഴുമുഴുത്ത സംഘിയാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടി ചെയ്ത തോന്നിവാസമാണിതെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം. അതായത് യാതൊരു തരത്തിലും ഇത് വാങ്ങിയവർ തെറ്റുകാരല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ട ഉത്തരവാദിത്വം വാങ്ങിയവർക്കാണ്. കൊണ്ടുവന്ന ഏജന്റിനോ അല്ലെങ്കിൽ ഇത് ഭൂട്ടാൻ രാജ്യത്തുനിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്ത സംഘി മാഫിയകളോ അവരാരും കുറ്റക്കാരല്ല. വാങ്ങിപ്പോയ ദുൽഖർ സൽമാനും പൃഥ്വിരാജും മാത്രമാണ് അപരാധം ചെയ്തത്. ആ അപരാധികൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് സംഘികളുടെ കയ്യടി നേടാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകൾ തന്നെ തെളിയിക്കുന്നുണ്ട്.